ഈശംശായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഒരു പോക്കറ്റടിക്കാരന്റെ മാനസാന്തര കഥയാണ്. ഒരു വ്യക്തി കാരിസ്ഭവനിൽ ധ്യാനം കൂടാൻ വന്നതാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പങ്കുവച്ചൊരു കാര്യം, ഞാനിവിടെ ധ്യാനം കൂടാൻ വന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയുണ്ടായി, ഞാനൊരു എക്സ്പേർട്ട് പോക്കറ്റടിക്കാരൻ. ഞാൻ വേണമെങ്കിൽ കുറവിലങ്ങാട് ഒരു ബസ്സിൽ കയറിയ അത് കോട്ടയത്ത് ചെല്ലുന്നതിനിപ്പുറം രണ്ടുപേരുടെയെങ്കിലും പോക്കറ്റടി, അത്ര എക്സ്പേർട്ട് പോക്കറ്റടിക്കാരൻ. ഒരു ദിവസം അദ്ദേഹം ഒരാളുടെ പോക്കറ്റടിച്ച് ആ പണം വളരെ രഹസ്യമായിട്ട് സൂക്ഷിച്ചു പോയി. അതിനുശേഷം രണ്ടാമതൊരാളുടെ പോക്കറ്റടിച്ച് ആ പണം വെക്കാനായിട്ട് ചെന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നേരത്തെ വെച്ച ആ പണം അവിടെ ഇല്ല. എന്ന് പറഞ്ഞാൽ ഇവനെ മറ്റൊരാൾ പോക്കറ്റടിച്ചു. അത് അവന് വലിയ വിഷമമുണ്ടാക്കി. പിന്നീട് അവനിരുന്ന് ചിന്തിച്ചപ്പോൾ അവന്റെ മനസ്സിൽ കൂടെ പോയ ചിന്ത, ഞാൻ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് അനായാസം സമ്പാദിച്ച ആ പണം അതെനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് ഇത്രയും വിഷമമുണ്ടായെങ്കിൽ ഒരുപക്ഷെ ഒരാള് ഒരു മാസം മുഴുവൻ ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടിയതാണ് ഞാൻ അടിച്ചു മാറ്റിയത്, ആ മനുഷ്യന്റെ വേദന എത്ര വലുതായിരിക്കും. അങ്ങനെ ഒരു മാനുഷിക ചിന്ത, ഒരു ദൈവിക ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നുപോയി. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തണം, എനിക്ക് ഈ മോഷ്ടിക്കുന്ന പരിപാടി നിർത്തിയിട്ട് എനിക്ക് അധ്വാനിച്ച് ജീവിക്കണം, അങ്ങനെ ഒരു ചിന്ത ആ മനുഷ്യന്റെ മനസ്സിൽ വന്നതുകൊണ്ടാണ് ധ്യാനം കൂടാൻ വന്നത് എന്ന്. ഇക്കാര്യം മനസ്സിൽ വെച്ച് ധ്യാനിക്കുമ്പോൾ ഏതാനും ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കുന്നത് വളരെ നല്ലതാണ്. ഒന്നാമത്തെ കാര്യം, ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് എന്തും ദൈവം നമ്മുടെ നന്മയ്ക്കായി പരിണമിക്കും. ഇത് വചന സന്ദേശമാണ്. ജെറമിയായുടെ പുസ്തകം 29:11 മുതൽ 13 വരെ വായിച്ചാൽ ഇക്കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതി എപ്പോഴും നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. നാശത്തിനായി ദൈവം ഒന്നും ചെയ്യത്തില്ല, എപ്പോഴും നിന്റെ നന്മയ്ക്ക് വേണ്ടി, നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഇതിൽപ്പെടാത്ത എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ? ഇല്ല. റോമാലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും. നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ചതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളത് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും. അതാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും. ഏതാനും ചില വചനങ്ങൾ കൂടി എടുക്കുകയാണെങ്കിൽ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 12 നമ്മൾ കാണുന്നു, ഈജിപ്തുകാര് ഇസ്രായേൽക്കാരെ ഞെരുക്കിക്കൊണ്ടിരുന്നു, പക്ഷെ അത് ഇസ്രായേൽക്കാരുടെ വളർച്ചയ്ക്ക് ഉപകരിച്ചു എന്നുള്ളത് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം അവരെ പെരുകി വർദ്ധിക്കാനായിട്ട് അനുവദിച്ചു എന്ന് വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഉൽപ്പത്തി 50:20 എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, പഴയ നിയമത്തിലെ ജോസഫിനെ സ്വന്തം സഹോദരങ്ങൾ ഒരുപാട് പീഡിപ്പിച്ചു. ജോസഫ് അതെല്ലാം നല്ല രീതിയിൽ എടുത്തു. പിന്നീട് നമ്മൾ കാണുകയാണ് ജോസഫ് പറഞ്ഞത്, നിങ്ങൾ എനിക്ക് ദ്രോഹം ചെയ്തെങ്കിലും ദൈവം അതെല്ലാം നന്മയാക്കി മാറ്റി. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ദേഷ്യമില്ല, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം ചെയ്തതാണ് എന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞ് ആ രീതിയിൽ അതെടുക്കുന്ന ജോസഫിനെ നമുക്കിവിടെ കാണാൻ പറ്റും. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായവും 14-ാം അധ്യായം എടുക്കുമ്പോൾ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിനെ കാണാൻ പറ്റും. ഇനി ആ ഒരു സാഹചര്യം എടുക്കേണ്ടതുപോലെ എടുത്തത് കൊണ്ട് നമ്മൾ കാണുകയാണ്, ദാനിയേൽ തന്നെ വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ ദൂതൻ വന്ന് സിംഹങ്ങളുടെ വായടച്ചു. അത് ദാനിയേലിന് മാത്രമല്ല, രാജാവിനും മറ്റു പലർക്കും വിശ്വാസ വളർച്ചയ്ക്ക് കാരണമായി. അതുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്ത് അനുവദിച്ചാലും അത് ദൈവം നമ്മുടെ നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്നുള്ളത് നാം വിശ്വസിച്ച് ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു സ്ത്രീ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നു. എൻ്റെ കല്യാണം ഉറപ്പിച്ചതാണ്, പക്ഷെ അത് മാറിപ്പോയി. അന്ന് എനിക്ക് ചങ്ക് പൊട്ടുന്നത് പോലത്തെ അനുഭവമായിരുന്നു. പക്ഷെ പിന്നീട് കർത്താവ് എനിക്ക് ഒരു ബോധ്യം തന്നു, അതെന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് മാറ്റിവിട്ടത്. അത് നടന്നെങ്കിൽ ഇന്ന് ഞാനൊരു മാനസിക രോഗിയുടെ ഭാര്യയായിട്ട് കഴിയേണ്ടി വന്നേനെ. ഇക്കാര്യം പുറത്തു വന്നത് ഈ കല്യാണമൊക്കെ മാറിപ്പോയി കഴിഞ്ഞിട്ടാണ്. പറയുന്നുണ്ട്, ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തനുവദിച്ചാലും അതിൽ ദൈവം ഒരു നന്മ കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഹൃദയത്തിൽ ഉറപ്പിക്കാൻ നമുക്ക് കഴിയണം. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, മോഷ്ടിക്കുന്നത് ഹീനമായ ഒരു പ്രവൃത്തി. മോഷ്ടിക്കുന്നത്, അതാണ് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തോബിത്ത് 2-ാം അധ്യായം 13 മുതൽ വായിക്കുമ്പോൾ തോബിത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്, കാര്യം നമ്മൾ കൊടും പട്ടിണിയിലായിരിക്കാം, എന്നാലും മോഷ്ടിച്ചത് ഭക്ഷിക്കുന്നത് നമുക്ക് ചേർന്നതല്ല. അതുകൊണ്ടാണ് ആടിനെ ഭാര്യ മോഷ്ടിച്ചു കൊണ്ടൊന്നായിരിക്കാം എന്ന് കരുതിയിട്ട് അവൻ നിർബന്ധം പറഞ്ഞു കൊണ്ടുപോയി തിരിച്ചു കൊടുക്കാൻ. മോഷ്ടിച്ചത് ഭക്ഷിക്കുന്നത് നമുക്ക് ചേർന്ന ഒരു കാര്യമല്ല എന്ന് പട്ടിണി കിടന്ന ആ വ്യക്തിക്ക് പോലും അങ്ങനെ ചിന്തിക്കാൻ സാധിക്കും. ഉൽപ്പത്തി 14:23 എടുക്കുമ്പോൾ അബ്രഹാം സൂചിപ്പിച്ച ഒരു കാര്യം അവിടെ കാണാൻ പറ്റും. അബ്രഹാം പറയാണ്, എന്റേതല്ലാത്ത മറ്റൊരാളുടേതായ ഒരു ചരട് പോലും ഞാൻ എടുക്കത്തില്ല, എനിക്കത് വേണ്ട, എൻ്റെ മനസാക്ഷി അതിന് സമ്മതിക്കത്തില്ല, ദൈവത്തോടുള്ള എൻ്റെ സ്നേഹം അതിന് സമ്മതിക്കത്തില്ല എന്ന് പറയുന്ന അബ്രഹാമിനെ കാണാൻ പറ്റും. ദൈവം എത്രമാത്രം ആ വ്യക്തി അനുഗ്രഹിച്ചുയർത്തി എന്നുള്ളത് വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചിലരുടെയൊക്കെ സ്വഭാവത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് ഷോപ്പ് ലിഫ്റ്റിംഗ്. കടയിൽ കയറി എന്തെങ്കിലും അടിച്ചു മാറ്റി, അതല്ലെങ്കിൽ തന്നെ അവർക്ക് വേണ്ടെങ്കിൽ പോലും ഒരു പേന എവിടെയെങ്കിലും ഇരിക്കുന്ന കണ്ട, ഒരു തേങ്ങ എവിടെയെങ്കിലും കിടക്കുന്ന കണ്ട
അത് അടിച്ചു മാറ്റും. അത് അവരുടെ മനസ്സിൻ്റെ ഒരു വൈകൃതം കൊണ്ട് സംഭവിക്കുന്നതാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഹീന പ്രവൃത്തിയാണെങ്കിലും ഈ മോഷ്ടിക്കുന്നത് ജീവിതത്തിൻ്റെ ഭാഗമായി അവർ മാറ്റിയിരിക്കുന്നത് അതുകൊണ്ടാണ്. അവസാനമായി നമ്മൾ ചിന്തിക്കുന്നത് വചനം കൽപ്പിക്കുന്ന ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് മോഷ്ടിക്കുന്നതിനെക്കുറിച്ച്. പുറപ്പാട് 20:15, നിയമാവർത്തനം 5:19 പഴയ നിയമത്തിൽ. അതുപോലെ തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മത്തായി 19:18, മർക്കോസ് 10:19. 4 വചനങ്ങൾ പറയുന്നത് മോഷ്ടിക്കരുത്. ഒരു കൽപ്പന പോലെ ദൈവം തന്നിരിക്കുന്നതാണ് മോഷ്ടിക്കരുത്. റോമാലേഖനം 13:9 വായിച്ചാൽ മോഷ്ടിക്കരുത്. എഫേസസ് 4:28 വായിച്ചാൽ മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്. ഇതെല്ലാം ദൈവം ഒരു കൽപ്പന പോലെ നൽകിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രഭാഷകൻ 41:19 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, സ്വന്തം വീട്ടിൽ നിന്നോ സ്വന്തം സ്ഥലത്ത് നിന്നോ മോഷ്ടിക്കുന്നത് ലജ്ജാകരമായ ഒരു കാര്യമാണ്. പറയുണ്ട് അതിന് നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കരുത്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് മരിക്കേണ്ടി വന്നാലും സത്യം കൈവിടാതെ സത്യസന്ധമായിട്ട് ജീവിക്കുവാൻ വേണ്ട അഭിഷേകത്തിനായിട്ട് പ്രതിഷ്ഠാജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ഒരു കോമൺ നിയോഗമായിട്ട് നമ്മൾ വെക്കുന്നത് മോഷ്ടാക്കളുടെ മാനസാന്തരം. സർവ്വ നന്മകളുടെയും ഉടയവനും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ വചനം ധ്യാനിച്ച ഞങ്ങളെ വചനം ജീവിക്കുന്നവരും ആ വചനം പ്രചരിപ്പിക്കുന്നവരുമാക്കണമേ. വചനം ആദരിക്കുന്നവർക്ക് ഉത്കർഷം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമായ സന്തോഷവും അഭിവൃദ്ധിയും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു തരണമേ. അങ്ങയെ സ്നേഹിക്കാനും പരസ്പരം സ്നേഹിക്കാനും ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നമ്മുടെ പ്രത്യേക ആവശ്യങ്ങളും പ്രാർത്ഥനാ നിയോഗവും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്ഥലത്ത് കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ നാമം ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമ്മൾ ഒന്നിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.